Good morning dear students. നമുക്കിന്ന് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? നമുക്ക് സോഷ്യൽ സ്റ്റഡീസിൽ പുതിയൊരു ചാപ്റ്റർ പഠിക്കാം. People who never die. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? People who never die. In the previous chapter, you learned that the invention of a large number of tools, instruments and machinery made man's life comfortable. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് മനുഷ്യന്റെ ജീവിതം കംഫർട്ടബിൾ ആയി പോകാൻ, മനുഷ്യന്റെ ജീവിതം കംഫർട്ടബിൾ ആയിട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള മെഷീനറിയുടെയും അതുപോലെ ഇൻസ്ട്രുമെന്റ്സിന്റെയും ടൂൾസിന്റെ ഒക്കെ വലിയ ടൂൾസിന്റെ ഒക്കെ കണ്ടുപിടുത്തത്തെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചത്. The credit goes to the scientists who invented this. മനുഷ്യന്റെ ജീവിതം സുഗമകരമായിട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് ആയാലും അല്ലെങ്കിൽ മെഷീൻ ആയാലും ഇൻസ്ട്രുമെന്റ് ആയാലും ഒക്കെ കണ്ടുപിടിച്ചതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ഈ ടൂൾസും മെഷീനും ഇൻസ്ട്രുമെന്റും ഒക്കെ കണ്ടുപിടിച്ചത് ആരാണ്? ശാസ്ത്രജ്ഞരാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ക്രെഡിറ്റ് നമുക്ക് ഈ സയന്റിസ്റ്റിന് നൽകാം. Undoubtedly, they were great people who provide selfless service to humanity. Undoubtedly, they were great people who provide selfless service to humanity. ഈ ശാസ്ത്രജ്ഞരെന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് മാനവരാശിക്ക് നൽകിയത്. അതുകൊണ്ട് ഈ സയന്റിസ്റ്റ്, ഈ ശാസ്ത്രജ്ഞര് ഈ ടൂൾസും അതുപോലെ ഇൻസ്ട്രുമെന്റ്സും അതുപോലെ തന്നെ മെഷീനൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മുടെ മനുഷ്യ ജീവിതം സുഗമമാനമായിട്ട് പോയത്, കംഫർട്ടബിൾ ആയിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് മാനവരാശിക്ക്, മനുഷ്യർക്ക് നൽകിയിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളാണ് ഇത്. But all these discoveries and inventions are only a part of man's achievement. ഈ ഡിസ്കവറി, ഈ കണ്ടുപിടുത്തങ്ങളും ഇന്നോവേഷൻസും ഒക്കെ തന്നെ മനുഷ്യന്റെ നേട്ടങ്ങളുടെ ഒരു ഭാഗമാണ്. Man's real achievement lies in the way he feels and thinks, not only for himself but for others as well. Man's real achievement lies in the way he feels and thinks, not only for himself but for others as well. മനുഷ്യന്റെ യഥാർത്ഥമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മനുഷ്യരുടെ തന്നെ സ്വന്തമായിട്ടുള്ള ചിന്തകളും അതുപോലെ ഫീലിങ്സും ഒക്കെ എന്താണ്, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്, അത് മറ്റുള്ളവർക്ക് വേണ്ടി ആകണം. Man's real achievements lies in the way he feels and thinks, not only for himself but for others as well. മനുഷ്യന്റെ ശരിയായിട്ടുള്ള യഥാർത്ഥ നേട്ടം എന്ന് പറയുന്നത് അവന്റെ ചിന്തകളും അതുപോലെ ഫീലിങ്സ് ഒക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാകില്ല, നേരെ മറിച്ച് അവന്റെ ചിന്തകളും ഫീലിങ്സ് ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ മനുഷ്യന്റെ യഥാർത്ഥമായിട്ടുള്ള നേട്ടം സാധ്യമാകൂ. The world has billions of people, but only a few of them have become great. The world has billions of people, but only a few of them have become great. നമ്മുടെ ലോകത്തെന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഉണ്ട്, എന്നാൽ അവരിൽ കുറച്ചു പേര് മാത്രമേ ഗ്രേറ്റ് ആയിട്ടുള്ളൂ. എന്താ അതിന് കാരണം? They have followed the path of truth, love, kindness and tolerance. നമ്മുടെ ലോകം എന്ന് പറയുന്ന ലോകത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഗ്രേറ്റ് ആയിട്ടുള്ളത്. എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്? ഈ ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ട്രൂത്ത്, സത്യസന്ധത, ലവ്, സ്നേഹം, കൈൻഡ്നസ്, ദയ, അതുപോലെ ടോളറൻസ്, സഹിഷ്ണുത. ഈ ലോകം എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്, അവരിൽ കുറച്ചു പേര് മാത്രമാണ് ഗ്രേറ്റ് ആയിട്ടുള്ളത്. ഈ മഹത്തായ വ്യക്തികൾ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? സത്യസന്ധതയും ദയയും അതുപോലെ സ്നേഹം, സഹിഷ്ണുതയൊക്കെ പിന്തുടരുന്ന ആൾക്കാരാണ് എന്ത് ഈ മഹത് വ്യക്തികൾ എന്ന് പറയുന്നത്. Many of them have sacrificed their lives for the values they upheld. They live for others and die for others. Such people become immortal. They really never die. We should pay our respect to such noble servants of humanity. We should follow their ideas.
എന്താണ്? Many of them have sacrificed their lives for the value they uphold. They lived for others and they died for others. ഈ മഹത് വ്യക്തികൾ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ജീവിതം തന്നെ ഈ മഹത്തായിട്ടുള്ള മൂല്യങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. അവര് സ്വന്തം ജീവിതവും അതുപോലെ തന്നെ അവര് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അവര് സ്വന്തം ജീവിതം ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. They lived for others and died for others. അവര് മരിക്കുന്നതും അതുപോലെ ജീവിക്കുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഈ മഹത് വ്യക്തികള് ജീവിക്കുന്നതും അതുപോലെ മരിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. Such people become immortal. They really never die. We should pay our respect to such noble servants of humanity. We should follow their ideas. അതുകൊണ്ട് ഈ മഹത് വ്യക്തികൾ എന്ന് പറയുന്നത് എന്താണ്? അനശ്വരായിട്ടുള്ള വ്യക്തികളാണ്. അവർ ഒരിക്കലും തന്നെ മരിക്കുന്നില്ല. നമ്മുടെ മനസ്സിലൂടെ അവര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ അവരോട് നല്ല റെസ്പെക്ട് നൽകണം. കൂടാതെ അവരുടെ ആശയങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയും വേണം. Let us learn about some of them. നമുക്ക് ഇന്ന് അങ്ങനെയുള്ള ചില ഗ്രേറ്റ് ലീഡേഴ്സിന്റെ കുറിച്ച് പഠിക്കാം. ഗ്രേറ്റ് ലീഡേഴ്സ് ഓർ തിങ്കേഴ്സിനെ കുറിച്ച് ഇന്ന് പഠിക്കാം. അതുപോലുള്ള മഹത് ചിന്തകന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഗ്രേറ്റ് തിങ്കർ ആരാണ് നോക്കിക്കേ നമ്മൾ പഠിക്കാൻ പോകുന്നത്? സോക്രട്ടീസ്. ആരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? സോക്രട്ടീസ്. എന്താണ്? സോക്രട്ടീസ്. നമ്മൾ ഏത് ഗ്രേറ്റ് തിങ്കറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ഫസ്റ്റ് സോക്രട്ടീസ്. ആരെ കുറിച്ചാണ്? സോക്രട്ടീസ്. സോക്രട്ടീസിന്റെ കാലം ഏതായിരുന്നു? സോക്രട്ടീസ് ജീവിച്ചിരുന്നത് 469 BC ലെ 469 BC to 399 BC. സോക്രട്ടീസ് ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? 459 BC. എവിടാണ്? 459 BC to ഏത് BC വരെ ജീവിച്ചു? 399 BC. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചാണ്? സോക്രട്ടീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? 459 BC to 399 BC. നമുക്ക് സോക്രട്ടീസിനെ കുറിച്ച് പഠിക്കാം. Socrates was a great Greek philosopher and a popular teacher. He was born in Athens, the capital of Greece, about 2400 years ago. He had a very simple life. He believed that one can get true knowledge through thinking and reasoning. He tried to find truth behind every happening. He was against blind faith and polytheism, that is worship. Socrates was a great Greek philosopher and a popular teacher. സോക്രട്ടീസ് എന്ന് പറയുന്നത് ഗ്രീക്കിലെ ഒരു ഗ്രേറ്റ് ഫിലോസഫർ ആണ്. ഗ്രീക്കിലെ ഒരു വലിയ തത്വചിന്തകനാണ്. ആരെന്ന് പറയുന്നത്? സോക്രട്ടീസ് എന്ന് പറയുന്നത് ഗ്രീക്കിലെ വലിയൊരു തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ്. ആൻഡ് പോപ്പുലർ ടീച്ചർ. ഗ്രീക്കിലെ വലിയൊരു തത്വചിന്തകനും അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അധ്യാപകനുമായിരുന്നു ആര്? സോക്രട്ടീസ് എന്ന് പറയുന്നത്. Socrates was a great Greek philosopher and a popular teacher. ഗ്രീക്കിലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള അധ്യാപകനും അതുപോലെ ഒരു ഫിലോസഫർ തത്വചിന്തകനുമായിരുന്നു സോക്രട്ടീസ്. He was born in Athens, the capital of Greece, about 2400 years ago. ഏകദേശം 2400 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിന്റെ ക്യാപിറ്റൽ ആയിരുന്ന ഏതൻസിലാണ് ആര് ജനിച്ചത്? സോക്രട്ടീസ് ജനിച്ചത്. എവിടാണ് സോക്രട്ടീസ് ജനിച്ചത്? ഏതൻസ്. എവിടാണ്? ഏതൻസ്. എവിടാണ് സോക്രട്ടീസ് ജനിച്ചത്? ഏതൻസ്. He was born in Athens, the capital of Greece, about 2400 years ago. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിന്റെ ക്യാപിറ്റലായിരുന്ന ഏതൻസ് എന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? സോക്രട്ടീസ് ജനിച്ചത്. സോക്രട്ടീസ് ജനിച്ചത് എവിടാണ്? ഗ്രീസിന്റെ ക്യാപിറ്റലായ ഏതാണ്? ഏതൻസ്.
ഏതാണ്? ഏതൻസ്. ഗ്രീസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഏതൻസ് എന്ന സ്ഥലത്താണ് സോക്രട്ടീസ് ജനിച്ചത്. He held a very simple life. He believed that one can get true knowledge through thinking and reasoning. അദ്ദേഹം എന്താണ്? ഒരു ലളിത ജീവിതമാണ് നയിച്ചത്. സോക്രട്ടീസ് ലളിത ജീവിതമാണ് നയിച്ചത്. He believed that one can get true knowledge through thinking and reasoning. തിങ്കിങ്ങിലൂടെ, ചിന്തകളിലൂടെ, അതുപോലെ റീസണിങ്ങിലൂടെ മാത്രമാണ് ശരിയായ അറിവ് ലഭിക്കൂ എന്ന് ആര് വിശ്വസിച്ചു? സോക്രട്ടീസ് വിശ്വസിച്ചു. He believed that one can get true knowledge through thinking and reasoning. തിങ്കിങ്ങിലൂടെയും അതുപോലെ റീസണിങ്ങിലൂടെ മാത്രമേ ശരിയായ അറിവ് ലഭിക്കൂ എന്ന് ആര് ചിന്തിച്ചു? സോക്രട്ടീസ് ചിന്തിച്ചു. He tried to find the truth behind every happening. He was against blind faith and politicism, that is worshipping. എന്താണ്? അദ്ദേഹം സോക്രട്ടീസ് ഓരോ സംഭവങ്ങൾക്ക് പിന്നിലുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സോക്രട്ടീസ് ഓരോ സംഭവങ്ങൾക്കും പിന്നിലുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. He was against blind faith and polytheism, that is worship. സോക്രട്ടീസ് അന്ധവിശ്വാസത്തെയും അതുപോലെ തന്നെ ബഹുദൈവ ആരാധനയും, അതായത് പോളിത്തീസത്തെയും എതിർത്തു. സോക്രട്ടീസ് അന്ധവിശ്വാസത്തെയും അതുപോലെ ബഹുദൈവ ആരാധനയും എതിർത്തു. He was bold and frank. He advised people not to believe superstitions. അദ്ദേഹം ബോൾഡും ഫ്രാങ്കുമായിരുന്നു. അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു, നിങ്ങൾ ഈ സൂപ്പർസ്റ്റിഷ്യൻസ് കാര്യങ്ങളിൽ ഒന്നും തന്നെ വിശ്വസിക്കരുത്. എന്ന് വെച്ചാൽ എന്താ? ജനങ്ങളെ അദ്ദേഹം ഉപദേശിച്ചത് എന്താണ്? ജനങ്ങൾ ഒന്നും തന്നെ അന്ധവിശ്വാസം ഉള്ള ആളുകളായി മാറാൻ പാടില്ലെന്ന് അദ്ദേഹം ആരെ ഉപദേശിച്ചു? ജനങ്ങളെ ഉപദേശിച്ചു. Some people of the ruling class did not like his views, thought and honesty. They thought that he was misleading the people. They told him to change his view and ideas, but he refused. എന്നാൽ റൂളിംഗ് ക്ലാസ്സിൽപ്പെട്ട, ഭരണവർഗത്തിൽപ്പെട്ട ഈ ആളുകൾ എന്താണ്? ആളുകൾക്ക് ഈ അദ്ദേഹത്തിന്റെ തോട്ടോ അല്ലെങ്കിൽ വ്യൂവോ അല്ലെങ്കിൽ ഹോണസ്റ്റിയോ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഗ്രീസിലെ ഭരണവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് സോക്രട്ടീസിന്റെ ചിന്തകളോ അല്ലെങ്കിൽ വ്യൂസോ അതുപോലെ ഹോണസ്റ്റിയോ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. They thought that he was misleading the people. ഈ ഭരണവർഗം എന്താണ് വിചാരിച്ചത്? സോക്രട്ടീസ് ഗ്രീസിലെ ജനങ്ങളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുകയാണെന്നാണ് വിചാരിച്ചത്. They told him to change his views and ideas, but he refused. He was given a cup of poison, hemlock to drink and drank. Socrates valued truth more than life. എന്താണ്? ഗ്രീസിലെ ഈ ഭരണവർഗത്തിൽപ്പെട്ട ആളുകൾ സോക്രട്ടീസിനോട് പറഞ്ഞു, താങ്കളുടെ വ്യൂസും അതുപോലെ ഈ തോട്ട്സും ഒക്കെ എന്ത് ചെയ്യണം? മാറ്റണമെന്ന് പറഞ്ഞു. എന്നാൽ അത് കേൾക്കാൻ ആര് തയ്യാറായില്ല? സോക്രട്ടീസ് തയ്യാറായില്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അങ്ങനെ ഹെംലോക്ക് അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് ഒരു കപ്പിനകത്ത് എന്ത് കൊടുത്തു? വിഷം കൊടുത്തു. സോക്രട്ടീസ് വാല്യൂഡ് ട്രൂത്ത് മോർ ദാൻ ലൈഫ്. സോക്രട്ടീസിന് ജീവിതത്തെക്കാട്ടി കൂടുതൽ വാല്യൂ ഉള്ള എന്തിനായിരുന്നു? സത്യത്തിനായിരുന്നു. He calmly drank the poison and died. അദ്ദേഹം എന്ത് ചെയ്തു? ഈ കുടിക്കാൻ കൊടുത്ത് ഈ വെള്ളം എന്ത് ചെയ്തു? കുടിച്ചിട്ട് അദ്ദേഹം ഈ വിഷാംശം നിറഞ്ഞ് ഈ കപ്പില് എന്ത് ചെയ്തു? അയാൾ കുടിച്ചിട്ട് മരിച്ചുപോയി. He was 70 years old at that time. എന്താണ്? ഈ പോയിസൺ കഴിച്ച് നമ്മുടെ സോക്രട്ടീസ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. Thus Socrates became immortal in history for his views and courage. എന്താണ്? ചരിത്രത്തിൽ സോക്രട്ടീസ് അനശ്വരനായി തുടരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ധൈര്യവും അതുപോലെ ചിന്തകളും കൊണ്ട്. He left behind nothing of his thought or speech in writing, but one of his pupils and famous philosopher Plato wrote and preserved Socrates' ideas and teaching in the form of dialogue after his demise. എന്താണ്? അദ്ദേഹം എന്ന് പറഞ്ഞു, സോക്രട്ടീസ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ തോട്ടോ അല്ലെങ്കിൽ ചിന്തകളോ അല്ലെങ്കിൽ മറ്റ് വ്യൂസോ ഒന്നും തന്നെ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ സോക്രട്ടീസിന്റെ മരണശേഷം സോക്രട്ടീസിന്റെ ശിഷ്യനായിട്ടുള്ള പ്ലേറ്റോ എന്ന് പറയുന്ന തത്വചിന്തകൻ
ആശയങ്ങളും അതുപോലെ ചിന്തകളും ഒക്കെ ഒരു ഡയലോഗിന്റെ രൂപത്തിൽ എഴുതി. Thus Socrates became immortal in history for his views and courage. സോക്രട്ടീസ് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ധൈര്യവും അതുപോലെ വ്യൂസും കൊണ്ടാണ് അനശ്വരനായി തീർന്നത്. He left behind nothing of his thought or speeches in writing, but one of his pupils and a famous philosopher Plato wrote and they preserved Socrates' ideas and teaching in the form of dialogue after his demise. സോക്രട്ടീസിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന പ്ലേറ്റോ എന്ന തത്വചിന്തകൻ സോക്രട്ടീസിന്റെ ഐഡിയാസും ടീച്ചിങ്ങും ഒക്കെ തന്നെ ഒരു ഡയലോഗിന്റെ രൂപത്തിൽ എഴുതി സൂക്ഷിച്ചു. ഇനി നമുക്ക് എബ്രഹാം ലിങ്കനെ കുറിച്ച് പഠിക്കാം. ഇനി നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? എബ്രഹാം ലിങ്കൻ. ആരെ കുറിച്ചാണ്? എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ 1809 to 1855. ഇനി നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? എബ്രഹാം ലിങ്കൻ. നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? എബ്രഹാം ലിങ്കനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കാലയളവ് ഏതായിരുന്നു? 1809 to 1855. 1809 മുതൽ 1865 വരെയാണ് എബ്രഹാം ലിങ്കൻ ജീവിച്ചിരുന്നത്. Abraham Lincoln was born in Kentucky, USA in 1809. 1809 യുഎസ്എയിലെ കെന്റക്കിയിലായിരുന്നു എബ്രഹാം ലിങ്കൻ എന്ത് ചെയ്തത്? ജനിച്ചത്. His father was a poor farmer. As little Abraham had to help his father in farming. He could not go to school. അദ്ദേഹത്തിന്റെ എബ്രഹാം ലിങ്കന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട കർഷകനായിരുന്നു. എബ്രഹാം ലിങ്കൻ ചെറുതായിരുന്നപ്പോൾ തന്നെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനെ കൃഷിയിൽ സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എബ്രഹാം ലിങ്കന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. But his mother taught him reading and writing at home. എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിൽ തന്നെ അദ്ദേഹത്തിനെ വായിക്കാനും എഴുതാനും ഒക്കെ പഠിപ്പിച്ചു. Abraham Lincoln was born in Kentucky in 1809. His father was a poor farmer. As a little Abraham had to help his father in farming. He could not go to school. But his mother taught him reading and writing at home. എബ്രഹാം ലിങ്കൻ യുഎസിലെ കെന്റക്കി എന്ന സ്ഥലത്ത് 1809 ജനിച്ചത്. എബ്രഹാം ലിങ്കന്റെ ഫാദർ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട കർഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ എബ്രഹാം ലിങ്കൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ കൃഷിയിലൊക്കെ ഫാദറിനെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എബ്രഹാം ലിങ്കന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അമ്മ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ വീട്ടിലിരുത്തി എഴുതാനും വായിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ചു. He did different types of jobs in his youth, like a farm labor, a log chopper, and a storekeeper. എബ്രഹാം ലിങ്കൻ യൂത്ത് ആയപ്പോൾ തന്നെ യൂത്ത് ഉള്ളപ്പോൾ തന്നെ എബ്രഹാം ലിങ്കൻ എന്താണ് ചെറുപ്പകാലത്ത് പലതരത്തിലുള്ള ജോലികൾ ചെയ്തു. അദ്ദേഹം കൃഷിപ്പണിയിൽ ഏർപ്പെട്ടു, കടി കെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു, സ്റ്റോർ കീപ്പറിന്റെ ജോലിയും ചെയ്തിരുന്നു. With sheer grit and determination, he studied law and settled down as a successful lawyer. Later he joined politics. അദ്ദേഹത്തിന് ജയിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റർമിനേഷൻ കൊണ്ട് അദ്ദേഹം വക്കീലാവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ട് അദ്ദേഹം വക്കീൽ പഠനം നടത്തി. അദ്ദേഹം ലോ പഠിച്ചു, നിയമം പഠിക്കുകയും ഒരു ലോയറായി മാറുകയും ചെയ്തു. നിയമം പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ എബ്രഹാം ലിങ്കൻ നിയമം പഠിക്കുകയും നല്ലൊരു ലോയർ ആവുകയും ചെയ്തു. Later he joined politics. എന്നിട്ടാണ് എബ്രഹാം ലിങ്കൻ പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്തത്. രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയത് എന്താണ്? ലോയർ ആയ ശേഷമാണ് എബ്രഹാം ലിങ്കൻ രാഷ്ട്രീയത്തിലോട്ട് പ്രവേശിച്ചത്. On 14th March 1851, Abraham Lincoln was elected the President of the United States.
1861 മാർച്ച് 14 എബ്രഹാം ലിങ്കനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. എന്നാണ് എബ്രഹാം ലിങ്കൻ USA പ്രസിഡന്റ് ആയത്? 1861 മാർച്ച് 14. എന്നാണ് 1861 മാർച്ച് 14. എന്നാണ് 1861 മാർച്ച് 14 ആണ് എബ്രഹാം ലിങ്കനെ യുഎസിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത്. On 14th March 1861, Abraham Lincoln was elected the President of United States. At that time, the situation of country was very bad. A civil war was broke out which lasted for 4 years. He faced the situation courageously and kept the country united. On 14th March 1861, Abraham Lincoln was elected the President of USA. 1861 മാർച്ച് 14 എബ്രഹാം ലിങ്കനെ യുഎസിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത്. At that time, the situation of country was very bad. എബ്രഹാം ലിങ്കനെ യുഎസിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. A civil war broke out which lasted for 4 years. He faced the situation courageously and kept the country united. എബ്രഹാം ലിങ്കൻ യുഎസിന്റെ പ്രസിഡന്റ് ആയ സമയത്ത് അവിടെ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. എന്താണ് ആ ഒരു സിവിൽ വാർ 4 വർഷം വരെ നീണ്ടുനിന്നു. എബ്രഹാം ലിങ്കൻ യുഎസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ആ ഒരു സമയത്ത് അമേരിക്കയിൽ ഒരു സിവിൽ വാർ ഉണ്ടായി. ആ സിവിൽ വാർ 4 വർഷം വരെ നീണ്ടുനിന്നു. എങ്കിൽ പോലും എബ്രഹാം ലിങ്കൻ ഈ ഒരു സിറ്റുവേഷനെ നല്ല ധൈര്യപൂർവ്വം നേരിടുകയും ആ രാജ്യത്തെ യുണൈറ്റഡ് ചെയ്ത് ഏകീകരിച്ച് നിർത്തുകയും ചെയ്തു. At that time, the people of South America used to employ the black people, African Negroes, as slaves to work in their farms. Lincoln opposed this policy. He declared that all men are equal. This led to a civil war. Abraham Lincoln won the war and abolished slavery. At that time, the people of South America used to employ black people, African Negroes, as slaves to work in their farm. എബ്രഹാം ലിങ്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സൗത്ത് അമേരിക്കയിലെ ജനങ്ങള് ആഫ്രിക്കൻ നീഗ്രോകളെ അവരുടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് അടിമയെ പോലെ നിലനിർത്തിയിരുന്നു. സൗത്ത് അമേരിക്കയിലെ ജനങ്ങള് ആഫ്രിക്കൻ നീഗ്രോയെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യിച്ചു. ഈ ആഫ്രിക്കൻ നീഗ്രോയെ അവര് ഒരു അടിമയെ പോലെയാണ് പണിയെടുപ്പിച്ചത്. At that time, the people of South America used to employ black people as slaves to work in their farm. Lincoln opposed this policy. He declared that all men are equal. This led to a civil war. Abraham Lincoln won the war and abolished slavery. ഇതാണ് എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സൗത്ത് അമേരിക്കൻ ജനങ്ങൾ ആഫ്രിക്കൻ നീഗ്രോകളെ അവരുടെ കൃഷിയിടത്ത് ഒരു അടിമയെ പോലെ ജോലി ചെയ്യിച്ചത്. ഇതെന്ത് ചെയ്ത്? ലിങ്കൻ opposed this policy. ഈ ഒരു നയത്തെ എബ്രഹാം ലിങ്കൻ എതിർത്തു. He declared that all men are equal. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് എബ്രഹാം ലിങ്കൻ എന്ന് പ്രഖ്യാപിച്ചു. This led to a civil war. ഇതെന്തിന് കാരണമായി? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമായി. എബ്രഹാം ലിങ്കൻ വാസ് won the war and abolished slavery. ഈ ഒരു സിവിൽ വാറിൽ എബ്രഹാം ലിങ്കൻ ജയിക്കുകയും അദ്ദേഹം യുഎസിൽ എന്ത് ചെയ്തത്? അടിമത്തം നിരോധിക്കുകയും ചെയ്തു. ലിങ്കൻ വാസ് elected president for the second time. രണ്ടാം തവണ എബ്രഹാം ലിങ്കൻ എന്ത് ചെയ്തു? പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. He declared that the policy of peace and made sincere effort to heal the wounds of the civil war. On the evening of 14th April 1865, Lincoln attended a performance of the play Our American Cousin. A famous actor, John Wilkes Booth, shot the president. He died on April 15, 1865. Lincoln was elected the president for the second time. രണ്ടാം തവണയും എബ്രഹാം ലിങ്കനെ യുഎസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. He declared the policy of peace and made sincere effort to heal the wounds of the civil war.
അമേരിക്കയിൽ ഉണ്ടായ ആ ഒരു സിവിൽ വാറിന്റെ മുറിമുണക്കാൻ വേണ്ടി അദ്ദേഹം സിൻസിയറായിട്ട് നല്ല എഫേർട്ടൊക്കെ അങ്ങ് എടുത്ത്, അതുപോലെ അവിടെ സമാധാനം കൊണ്ടുവരാനും ശ്രമിച്ചു. On the evening of 14th April 1855, Lincoln attended a performance of the play Our American Cousin. 1865 ഏപ്രിൽ 14 ലിങ്കൻ എന്ത് ചെയ്തു? എബ്രഹാം ലിങ്കൻ അവർ അമേരിക്കൻ കസിൻ എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ പെർഫോമൻസ് അറ്റൻഡ് ചെയ്തു. A famous actor John Wilkes Booth shoot the president. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നടനായിട്ടുള്ള ജോൺ വിൽക്കസ് ബൂത്ത് എന്താ ചെയ്ത്? പ്രസിഡന്റിനെ ഷൂട്ട് ചെയ്ത്. He died on April 15, 1855. അങ്ങനെ 1865 ഏപ്രിൽ 15 അദ്ദേഹം മരിച്ചു. But before his demise, he had saved the country from being divided and ruined. He believed in the equality of man. But before his demise, he had saved the country from being divided and ruined. He believed in the equality of man. But before his demise, he had saved the country from being divided and ruined. He believed in the equality of men. അദ്ദേഹം എബ്രഹാം ലിങ്കൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്ത് അദ്ദേഹം ആ ഒരു രാജ്യത്തെ എന്ത് ചെയ്ത് സേവ് ചെയ്തു. ആ രാജ്യത്തെ യുണൈറ്റ് ആയിട്ട് നിലനിർത്താൻ, ഡിവൈഡ് ചെയ്ത് പോവാതെ യുണൈറ്റ് ആയി നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഡിവൈഡ് ചെയ്ത് പോവാതെ ഒന്നിപ്പിച്ച് നിലനിർത്തിക്കൊണ്ട് പോയി. ഈ ബിലീവ് ഇൻ ദ ഇക്വാലിറ്റി ഓഫ് മാൻ, മനുഷ്യന്റെ എല്ലാ മനുഷ്യരുടെയും സമത്വത്തിലാണ് എബ്രഹാം ലിങ്കൻ വിശ്വസിച്ചത്. നമുക്കപ്പം ഇന്ന് പഠിച്ച എബ്രഹാം ലിങ്കനെ കുറിച്ചും സോക്രട്ടീസിനെ കുറിച്ചും എല്ലാവർക്കും മനസ്സിലായോ? സോക്രട്ടീസും എബ്രഹാം ലിങ്കണും ഗ്രേറ്റ് തിങ്കേഴ്സ് ആണ്, ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെയാണ്. നമുക്കപ്പൊ ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫൈൻ എ ഫിലോസഫർ. എന്താണ് ഫിലോസഫർ എന്ന് പറയുന്നത്? ഫിലോസഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലോസഫർ ഈസ് എ പേഴ്സൺ ഹു ലവ് ആൻഡ് സീക്സ് ട്രൂത്ത് ആൻഡ് വിസ്ഡം. എന്താണ് ഫിലോസഫർ എന്ന് പറയുന്നത്? ഫിലോസഫർ ഈസ് എ പേഴ്സൺ ഹു ലവ്സ് ആൻഡ് സീക്സ് ട്രൂത്ത് ആൻഡ് വിസ്ഡം. ഒരു ഫിലോസഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, തത്വചിന്തകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും ട്രൂത്തിനും അതുപോലെ ലവിനും അതുപോലെ വിസ്ഡത്തിനും വേണ്ടിയാണ് നിലനിൽക്കുന്നത്. എപ്പോഴും ട്രൂത്തും സത്യസന്ധതയും അതുപോലെ സ്നേഹവും വിസ്ഡവും ഒക്കെ ഉള്ള ഒരാൾ മാത്രമായിരിക്കും ഫിലോസഫർ, തത്വചിന്തകൻ. സെക്കൻഡ് നോക്കിക്കേ. സ്ലേവ്. എന്താണ് സ്ലേവ് എന്ന് പറയുന്നത്? എ പേഴ്സൺ ഹു ഈസ് ഓൺഡ് ബൈ അനദർ പേഴ്സൺ ആൻഡ് കുഡ് ബി സോൾഡ് ബൈ ദാറ്റ് പേഴ്സൺ. എന്താണ് സ്ലേവ്? എ പേഴ്സൺ ഹു ഈസ് ഓൺഡ് ബൈ അനദർ പേഴ്സൺ ആൻഡ് കുഡ് ബി സോൾഡ് ബൈ ദാറ്റ് പേഴ്സൺ. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുടെ അധികാരം മൊത്തം മറ്റൊരു വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ളതാണ് എന്ത്? സ്ലേവ് എന്ന് പറയുന്നത്. ഇപ്പം ഒരാളുടെ അധികാര അവകാശമല്ല, ഒരാളുടെ മേൽ മൊത്തം അധികാര അവകാശങ്ങളൊക്കെ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് പറയുക? അധികാരം അവകാശം ഒന്നുമില്ലാത്ത ആ ഒരു വ്യക്തിയാണ് എന്ത്? സ്ലേവ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ എല്ലാ അധികാരങ്ങളും വേറൊരാൾ കൈയടക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അധികാരവും അവകാശവും ഇല്ലാത്ത വ്യക്തി എന്ന് പറയും? അടിമയെന്ന് പറയും. ഈ അടിമയെ വിൽക്കാനൊക്കെ ഈ യജമാന അധികാരമുണ്ട്. ആ ഓണറിന് എന്തുണ്ട്? ഉടമസ്ഥാവകാശം ഉണ്ട്. അടിമയെ മറ്റൊരാൾക്ക് വിൽക്കാനൊക്കെ തന്നെ എന്തുണ്ട്? അടിമയെ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള അധികാരം ഈ ഓണറിനുണ്ട്, അടിമയുടെ ഓണറിന് ഉണ്ട്. നെക്സ്റ്റ് നോക്കിക്കേ. നൺ. എ വുമൺ ഹു ഡെഡിക്കേറ്റ് ഹർ ലൈഫ് ടു ദി ക്രിസ്ത്യൻ റിലീജിയസ് ഓർഡർ. ക്രിസ്ത്യൻ റിലീജിയസ് ഓർഡറിന് വേണ്ടി ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വുമണിനെ എന്തെന്ന് പറയുക? നണ്ണ് പറയുക. അടുത്ത എന്താണ്? ചാരിറ്റി. എന്താണ് ചാരിറ്റി? മണി ഓർ ഹെൽപ്പ് ഗിവൺ ഔട്ട് ഓഫ് കൈൻഡ്നെസ് ടു ദി പുവർ ആൻഡ് നീഡി. പാവപ്പെട്ടവരോടും അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ആളുകളോടും എന്താണ്? ദയയും തോന്നണം. അതുപോലെ അവരെ സഹായിക്കാനും പണമൊക്കെ കൊടുക്കാനും സഹായിക്കാനുള്ള ഒരു മനസ്സും
വേണം. ഇതാണെന്ത് ദയ പാവപ്പെട്ട ആളുകളോട് പാവപ്പെട്ട ജനങ്ങളോട് ദയ കാണിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ചാരിറ്റി എന്ന് പറയുക. ഇനി നോക്കിക്കേ, ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കിക്കേ. വാട്ട് വെയർ ദ ടീച്ചിങ്സ് ഓഫ് സോക്രട്ടീസ്? സോക്രട്ടീസിന്റെ ടീച്ചിങ്സ് എന്തൊക്കെയാണ്? Socrates was great Greek philosopher. He believed that one can get true knowledge through thinking and reasoning. He was against blind faith and polytheism, that is worshipping. He also advised people not to believe in superstitions. എന്താണ് സോക്രട്ടീസ് എന്ന് പറയുന്നത്? ഒരു ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. അദ്ദേഹം എന്തിലായിരുന്നു വിശ്വസിച്ചത്? He believed that one can get true knowledge through thinking and reasoning. തിങ്കിങ്ങിലൂടെയും റീസണിങ്ങിലൂടെയും മാത്രമാണ് ഒരാൾക്ക് ശരിയായിട്ടുള്ള അറിവ് ലഭിക്കൂ എന്ന് സോക്രട്ടീസ് വിശ്വസിച്ചു. He was against the blind faith and polytheism, that is worshipping. He also advised people not to believe in superstitions. അദ്ദേഹം ബഹുദൈവ ആരാധനയും അതുപോലെ അന്ധവിശ്വാസത്തേക്ക് എതിർക്കുകയും അതുപോലെ തന്നെ ആളുകളെ ഉപദേശിച്ചു. നിങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസം ഒന്നും കൊണ്ട് നടക്കല്ലെന്ന് സോക്രട്ടീസ് ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Why do we remember Abraham Lincoln? Why do we remember Abraham Lincoln? എന്താണ് നമ്മൾ എബ്രഹാം ലിങ്കനെ എന്തുകൊണ്ടാ ഓർക്കുന്നത്? ലിങ്കൻ ഡിക്ലെയർഡ് ദാറ്റ് ഓൾ മെൻ ആർ ഈക്വൽ. ലിങ്കൻ എന്താ പറഞ്ഞത്? എബ്രഹാം ലിങ്കൻ പറഞ്ഞു എല്ലാ മനുഷ്യരും തുല്യരാണ്. ദിസ് ലെഡ് ടു എ സിവിൽ വാർ. അതെന്തിന് കാരണമായി? അമേരിക്കയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമായി. Abraham Lincoln won the war and abolished slavery. He also declared the policy of peace and made sincere effort to heal the wounds. എന്താണ് അദ്ദേഹം അടിമത്തം എന്ന് പറയുന്നത്, സ്ലേവറി എന്ന് പറയുന്നത് നിരോധിക്കുകയും അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊണ്ടു? സമാധാനം സ്ഥാപിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടായപ്പോൾ ഉണ്ടായ മുഴുവക്കം ഉണങ്ങാനും വേണ്ടി എബ്രഹാം ലിങ്കൻ എഫേർട്ടൊക്കെ എടുത്തു. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും മനസ്സിലായോ? ടീച്ചർ നോട്ട് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ നോട്ട് നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്തണം. ഒപ്പം എല്ലാവരും പഠിച്ചിട്ട് അത് വോയിസും ടീച്ചറിന് ഇട്ടണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front of the other. So far. Good morning, dear students. Teacher എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ ബാക്കി എക്സസൈസ് ആണ് കേട്ടോ. അതായത് ചാപ്റ്റർ 5 അസ്ലി മോത്തി എന്നുള്ളൊരു പോയം ആയിരുന്നു അല്ലേ. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് എക്സസൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ, ഓർമ്മയില്ലേ? മീനിങ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഉൾട്ടേ അർത്ഥവാലെ ശബ്ദം അല്ലേ, ഓപ്പോസിറ്റ് വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതായത് മീനിങ്സ് അല്ലെ, ഹിന്ദി വേർഡ്സ് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് മീനിങ്സ്, ഇംഗ്ലീഷ് മീനിങ് എഴുതാനായിട്ട് ടീച്ചർ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നു. അപ്പൊ അതെല്ലാവരും ചെയ്തല്ലോ. അപ്പൊ ടീച്ചർ അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്തിരിക്കുന്നത്, അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതിന്റെ പേജ് നമ്പർ 20 ഫസ്റ്റ് പറഞ്ഞത് അസലി. അസലി എന്നുള്ളതിന്റെ മീനിങ് എന്തായിരുന്നു? ഒറിജിനൽ. എന്താണ്? ഒറിജിനൽ. രണ്ടാമത്തത് രംഗ്. രംഗിന്റെ മീനിങ് എന്തായിരുന്നു? രംഗ് എന്ന് പറഞ്ഞാൽ കളർ അല്ലെ, നിറങ്ങൾ. രംഗ് എന്ന് പറഞ്ഞാൽ കളർ. പിന്നെ ഛായ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഷെയ്ഡ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണൽ അല്ലെ, ഷെയ്ഡ്. SHADE, ഷെയ്ഡ്. പിന്നെ ആസാദ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മീനിങ്? ഇൻഡിപെൻഡൻസ് അല്ലെ, സ്വാതന്ത്ര്യം. പിന്നെ അഞ്ചാമത്തേത് ചൗട്ട എന്ന് പറഞ്ഞാൽ വൈഡ് അല്ലെ. വൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം വലുത് അല്ലെ, വിശാലമായിട്ടുള്ളത് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. പിന്നെ ലൈറ്റ്. എന്താണ്? ലൈറ്റ്. പിന്നെ ഗഹ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഗഹ്ര എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡീപ്പ്. എന്താണ്?
ഡീപ്പ്. നിങ്ങൾക്ക് അത് അവിടെ ഉണ്ടായിരുന്നോ? അത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പം ഏഴാമത്തെ വേർഡ് ഗഹ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ഡീപ്പ് ആണ് കേട്ടോ. ഏഴിന്റെ ആൻസർ ഡീപ്പ്. ഡീപ്പ്. ഓക്കെ. പിന്നെ പാർട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക്. അത് നമ്മൾ പഠിച്ചു. പാർട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക്. ഒൻപതാമത്തത് നക്കലി. നക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യൽ എന്ന് എഴുതാം. നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ. അടുത്തത് സീറ്റേ സാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ അല്ലെ? വളരെ ലളിതമായിട്ടുള്ള സിമ്പിൾ. ഓക്കെ. ഈ 10 വേർഡ്സ് ആണ് ടീച്ചർ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാവരും ചെയ്ത് കാണുമല്ലോ അല്ലേ? ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കാനായിട്ട് ഈ ക്ലാസ്സിൽ പോകുന്നത് നിമ്നലിഖിത് പ്രശ്നോं के उत्तर दीजिए. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. 4ന്റെ ആൻസർ ടീച്ചർ ഇപ്പോൾ പറഞ്ഞുതരും, ഇവിടെ കാണിക്കും. നിങ്ങളപ്പോൾ ആദ്യം അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തോട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മുടെ ഹിന്ദി നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി എടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അസലി മോത്തി കൈസേ ഹോത്തെ ഹൈ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അസലി മോത്തി കൈസേ ഹോത്തെ ഹൈ അല്ലേ? അതായത് യഥാർത്ഥ മുത്തുകൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ് യഥാർത്ഥ മുത്തുകൾ എന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അസലി മോത്തി കൈസേ ഹോത്തെ ഹൈ. യഥാർത്ഥ മുത്തുകൾ എങ്ങനെയാണ് ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് യഥാർത്ഥ മുത്തുകൾ നിർമ്മിക്കുന്നത് അല്ലേ? എങ്ങനെയാണ്? ആൻസർ ഇതാണ് ഇവിടെ കാണിക്കുന്ന ടീച്ചർ നോക്കിയേ. അസലി മോത്തി ബീനാ രംഗ് കെ ഹോത്തെ ഹൈ. യഥാർത്ഥ മുത്തുകൾക്ക് എന്തില്ല? നിറമില്ലാത്തതായിരിക്കും അല്ലെ? വെള്ള നിറത്തിലുള്ളതായിരിക്കും യഥാർത്ഥ മുത്തുകൾ. അതിനെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ അത്രയും ഭംഗിയില്ലാത്ത, നിറമില്ലാത്ത ആ മുത്തുകളാണ് യഥാർത്ഥ മുത്തുകൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആൻസർ അസലി മോത്തി കൈസേ ഹോത്തെ ഹൈം എന്നുള്ളതിന്റെ ആൻസർ ആണ് ഇവിടെ കാണിക്കുന്നത്. അസലി മോത്തി ബീനാ രംഗ് കെ ഹോത്തെ ഹൈ. ഓക്കെ, എഴുതിയോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബഡേ ആദ്മി കൈസേ ഹോത്തെ ഹൈ. വലിയ മനുഷ്യർ എങ്ങനെയുള്ളവരാണെന്നാണ് പറയുന്നത് അല്ലെ? അതായത് വലിയ മനസ്സുള്ള വലിയ മനുഷ്യർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളുകളാണെന്നാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയുള്ള ആളുകളാണെന്ന് പഠിച്ചു. വലിയ മനുഷ്യർ എപ്പോഴും വളരെ ലളിതമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നേരുള്ളവരായിരിക്കും അല്ലെ? അവരെ മറ്റുള്ളവരെ സഹായിക്കുക, അവരുടെ വിഷമങ്ങളെ പങ്കുചേരുകയൊക്കെ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും എപ്പോഴും എന്ത് വലിയ മനുഷ്യരെന്ന് പറയുന്നത്. ആൻസർ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ബഡേ ആദ്മി സീറ്റേ സാത്തേ ഹോത്തെ ഹൈ അല്ലെ? സീറ്റേ സാത്തേ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ലെ? ലളിതമായിട്ടുള്ളത് അല്ലെ? വളരെ വലിയ മനുഷ്യരെന്ന് പറയുമ്പോൾ അവരെപ്പോഴും വളരെ നേരിട്ടുള്ളവർ, അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ആളുകളായിരിക്കും എപ്പോഴും വലിയ വലിയ പൊസിഷൻസിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ, ബഡേ ആദ്മി കൈസേ ഹോത്തെ ഹൈ എന്നുള്ളതിന്റെ ആൻസർ ബഡേ ആദ്മി സീറ്റേ സാത്തേ ഹോത്തെ ഹൈ. എഴുതിയോ? Then third question, ഛായാ ദേനെ വാലെ പേട് കൈസേ ഹോത്തെ ഹൈ. തണൽ തരുന്ന മരങ്ങൾ എങ്ങനെയുള്ള മരങ്ങളാണെന്നാണ് പഠിച്ചത്. നമ്മൾ പറഞ്ഞു വളരെ ഉയരത്തിൽ വളരെ പൊക്കമുള്ള മരങ്ങൾ ഉണ്ടാകും, പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപയോഗം ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ വളരെ വലിയ പൊസിഷനിലായിരിക്കും, വളരെ വലിയ നീളത്തിൽ അങ്ങ് പോയി കഴിഞ്ഞിട്ട് ആർക്കും ഒരു ഉപകാരമില്ലാത്ത ആളുകളെ പോലെ ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒന്നായിട്ട് ഒരു വലിയ മരം നിൽക്കുന്നു. പക്ഷേ അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരു കുറച്ച് അത്രയും ഉയരമൊന്നുമില്ലാത്തൊരു കൊച്ചു മരമാണെങ്കിലും അതിന്റെ ശിഖരങ്ങളും ഇലകളും ഒക്കെ കൊണ്ട് വെയിലേൽക്കാതെ കുറെ ആളുകൾക്ക് തണൽ നൽകുന്നു എന്ന് പറഞ്ഞു അല്ലെ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഛായേ ദേനെ വാലേ പേട് കൈസേ ഹോത്തെ ഹൈ. തണൽ തരുന്ന മരങ്ങൾ എങ്ങനെയുള്ള മരങ്ങളാണെന്നാണ് പറഞ്ഞത്. ആൻസർ നോക്കിക്കോ, ഇവിടെ കാണിക്കുകയാണ്. ഛായാ ദേനെ വാലേ പേട് ലംബേ നഹീ ഹോത്തെ ഹൈ. തണൽ തരുന്ന മരങ്ങൾ ഉയരത്തിൽ വളരുകയില്ല അല്ലെ? വളരെ ഉയരത്തിൽ വലിയ പൊക്കത്തിലൊന്നും വളരുന്ന മരങ്ങളായിരിക്കില്ല തണൽ തരുന്ന വൃക്ഷങ്ങൾ. അവർ കുറച്ച് ഉയരത്തിൽ വളർന്നതിന് ശേഷം അവയുടെ ശിഖരങ്ങളും ശാഖകളും ഒക്കെ വലുതായിട്ട് പന്തടിച്ച്, അതായത് വളരെ ഒരു എന്താ നമുക്ക് ഒരു മുകളിൽ എന്തെങ്കിലും ഒരു ഷീറ്റൊക്കെ വൃശ്ചിക്ക് നമുക്ക് എന്താണ് ഒരു വലിയ ഒരു പന്തല് പോലെ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളായിരിക്കും തണൽ തരുന്ന മരങ്ങൾ. അപ്പൊ വളരെ പൊക്കത്തിൽ വളരത്തത് ഇല്ല. ആൻസർ ഛായാ ദേനെ വാലേ പേട് ലംബേ നഹീ ഹോത്തെ ഹൈ. ഓക്കേ, then നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗഹരെ നദിയോं के पार कैसे होते हैं അല്ലേ? അതായത്
നദികൾ അല്ലേ, നമ്മൾ പറഞ്ഞു നദികൾ എപ്പോഴും എന്താണ് ഒഴുക്ക് വെള്ളത്തിനനുസരിച്ച് ഒഴുകി പോവുകയാണ് അല്ലേ. അപ്പൊ എന്താണ് മുന്നോട്ട് വെള്ളം ഒഴുകുന്നതിനനുസരിച്ച് അവ ഒഴുകി പോവുകയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പറയുന്നത് എന്താണ് ഗഹരി നദിയോ കെ പാ കൈസെ ഹോത്തെ ഹൈം എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞതാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഗഹരി നദിയോ കെ പാ ചൗട്ടെ നഹീം ഹോത്തെ ഹൈ അല്ലേ. അതായത് എന്താണ് അവ വളരെയധികം വൈഡാണ്. ചൗട്ട എന്ന് പറഞ്ഞാൽ വൈഡ് അല്ലെ. വൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ വിശാലമായിട്ടുള്ളതാണ് നദികൾ അല്ലെ. അപ്പൊ എന്താണ് ഒഴുക്ക് വെള്ളത്തിനനുസരിച്ച് മുന്നോട്ട് വെള്ളം പോകുന്നതിന് കൂട്ടത്തിൽ എന്താണ് ഒഴുകി പോവാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ല, ഇങ്ങോട്ടാണോ വെള്ളം മുന്നോട്ട് ഒഴുകി പോകുന്നത് അങ്ങോട്ട് കൂടെ എന്താണ് വെള്ളം നമ്മൾക്ക് അറിഞ്ഞൂടെ നദി ഒഴുകുന്നത് കണ്ടിട്ടില്ലേ അല്ലേ. നദി എങ്ങനെയാണ് മുന്നോട്ടാണ് എപ്പോഴും ഒഴുകി പോകുന്നത്. വളരെ വിശാലമായി എന്താണ് ഒഴുകി പോവുകയാണ് അല്ലേ. ആൻസർ ഗഹരി നദിയോ കെ പാർ ചൗട്ടെ നഹീം ഹോത്തെ ഹൈ. ഓക്കേ, 4 ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. 4 ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നുകൂടെ ടീച്ചർ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസലി മോത്തി കൈസെ ഹോത്തെ ഹൈ. ആൻസർ അസലി മോത്തി ദീനാരൻ കെ ഹോത്തെ ഹൈ. യഥാർത്ഥ മുത്തുകൾക്ക് ഒരിക്കലും നിറം ഉണ്ടാവില്ല അല്ലെ, കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തേത് ബഡേ ആദ്മി കൈസെ ഹോത്തെ ഹൈ. ആൻസർ ബഡേ ആദ്മി സീറ്റേ സാത്തേ ഹോത്തെ ഹൈ അല്ലെ. വലിയ മനുഷ്യർ ഇപ്പോഴും വളരെ എന്താണ് വളരെ നേരുള്ളവരായിരിക്കും, അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ആളുകളായിരിക്കും. മൂന്നാമത്തേത് ഛായ ദേനെ വാലെ പേട് കൈസെ ഹോത്തെ ഹൈ. തണൽ തരുന്ന മരങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും. ആൻസർ ഛായ ദേനെ വാലെ പേട് ലംബേ നഹീം ഹോത്തെ ഹൈ. തണൽ തരുന്ന വൃക്ഷങ്ങൾ എന്താണ് വളരെ ഉയരത്തിൽ അല്ലെങ്കിൽ വളരെ പൊക്കത്തിൽ വളരുകയില്ല. लास्ट गहरी नदियों के पाट कैसे होते हैं. आंसर गहरी नदियों के पाट चौटे नहीं होते हैं. അല്ലെ വളരെ വിശാലമായ രീതിയിൽ ഒഴുകുന്ന മുന്നോട്ട് ഒഴുകിയാണ് നദികൾ എപ്പോഴും പോകാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അല്ലേ. അതിന്റെ 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായിരുന്നു, ഹോംവർക്ക് ആയിരുന്നു അല്ലേ. അത് നിങ്ങൾ ചെയ്തല്ലോ എല്ലാവരും. അപ്പൊ 3-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ടീച്ചർ ഒന്ന് പറയാം. നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ടീച്ചർ തന്റെ ബോർഡിൽ ഓരോന്നിന്റെയും ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിയേ, 3-ാമത്തെ ക്വസ്റ്റ്യൻ ജോ ഡാഷ് ഹത് മീ രഹത്തെ ഹൈ. അവിടെ ആൻസർ ആദ്യത്തെ ഫില്ല് ചെയ്യാനുള്ളത് എഴുതുക ജോ അപ്പനി ഹത് മീ രഹത്തെ ഹൈ. രണ്ടാമത്തേത് വേ ബേഹൻ അപ്പനി മേ ഹോത്തെ ഹൈ. ഒന്നാമത്തെ ഫില്ലേടുത്ത് അപ്പനിയും രണ്ടാമത്തെ ബേഹന്ത്. 4-ാമത്തെ ക്വസ്റ്റ്യൻ ജോ ഡാഷ് ആദ്മി ഹോത്തെ ഹൈ. ജോ ബഡേ ആദ്മി ഹോത്തെ ഹൈ വേ സീതേ സാത്തേ ഹോത്തെ ഹൈ. രണ്ടാമത്തെ ഫില്ലേടുത്ത് സീതേ സാത്തേ എന്ന് എഴുതുക. വലിയ മനുഷ്യര് എപ്പോഴും എന്താണ് സീതേ സാത്തേ സിമ്പിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. ആദ്യത്തെ 4-ാമത്തെ ഫില്ല് ചെയ്യണം ജോ ബഡേ ആദ്മി होते हैं പിന്നെ वे सीधे साथे होते हैं. then 5-ാമത്തേത് जो जितने बनते तनते हैं. जितने जो जितने बनते तनते हैं പിന്നെ वे എന്താണ് നകലി ഉത്തനെ होते हैं അല്ലേ. वे നകലി ഉത്തനെ होते हैं. ഇങ്ങനെ കോമയൊക്കെ എഴുതിക്കുന്ന രണ്ട് ഫില്ലേഡ് വരും. 3-ാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് 2 ഫില്ലേഡ്. ഫസ്റ്റ് എടുത്ത് അവനിയും രണ്ടാമത്തെ പേക്കുണ്ട്. 4-ാമത്തെ ആദ്യം ഫില്ലേഡിലെടുത്ത് ബഡയും പിന്നെ സീറ്റയും സാത്തയും. 5-ാമത്തേത് ആദ്യം ഫില്ലേഡിലെടുത്ത് ജിതനെ രണ്ടാമത്തേടുത്ത് നക്കലി. അത് ഹോംവർക്ക് വന്നതായിരുന്നു. അപ്പൊ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ കറക്റ്റ് ആണോ നിങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് നോക്കി ചെക്ക് ചെയ്യും. ഓക്കെ ഓക്കെ കറക്റ്റ് ആയിട്ടാണോ ചെയ്തിരിക്കുന്നത് എല്ലാവരും? ആണോ? ആണല്ലോ. അപ്പൊ ഇനി അടുത്ത് നോക്കിയേ. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, ഓപ്പോസിറ്റ് വേർഡ്സ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് വാക്യമേ പ്രയോഗിക്കേ. വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സീതേ സാത്തേ, അതായത് സിമ്പിൾ വളരെ ലളിതമായിട്ടുള്ളതെന്നാണ് അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന വേർഡ്. അത് വെച്ചിട്ട് സെന്റൻസിലാണ് ഇവിടെ ടീച്ചർ കാണിക്കുന്നുണ്ട്. നോക്കിയേ, बड़े आदमी सीधे साथे होते हैं. വലിയ മനുഷ്യർ എപ്പോഴും എന്താണ് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള ആളുകൾ
കാര്യങ്ങളായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഫസ്റ്റ് വേർഡ് സീതേ സാധയാണ്. അപ്പൊ സീതേ സാധ എന്നുള്ള ആ വേർഡ് വെച്ചിട്ട് നമ്മളൊരു വാക്യം അല്ലെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ. അതെന്താണ്? ബഡേ ആദ്മി സീതേ സാധേ ഹോത്തെ ഹൈ. അടുത്തത് അസലി. അസലി എന്നുള്ള ഹിന്ദി വേർഡിന്റെ മീനിങ് എന്താണ്? ഒറിജിനൽ അല്ലെ. അല്ലെങ്കിൽ എന്താണ് അസലി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒറിജിനൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ളത് അല്ലെ എന്നുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കി ഇവിടെ കാണിക്കുന്നുണ്ട്. അസലി മോത്തി ബേരംഗ് ഹോത്തെ ഹൈ അല്ലെ. അസലി മോത്തി. അസലി മോത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പഠിച്ചു. അസലി മോത്തി എന്താണ്? ബേരംഗ് ഹോത്തെ ഹൈ. മൂന്നാമത്തേത് എന്താണ് പറഞ്ഞത്? ആസാദ് അല്ലെ. ആസാദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൻഡിപെൻഡൻസ് അല്ലെ, സ്വാതന്ത്ര്യം അല്ലെ. അതിന്റെ വാക്യം നോക്കി ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ആസാദ് വ്യക്തി അപ്പനെ ബന്ധൻ മേ രഹത്തെ ഹൈ. എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം എന്നാണ് അതിന്റെ മീനിങ്. അത് വെച്ചിട്ടൊരു വാക്യമാണ്. ആസാദ് വ്യക്തി അപ്പനെ ബന്ധൻ മേ രഹത്തെ ഹൈ. ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യൻ എപ്പോഴും എന്താണ്? ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യും? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും അല്ലേ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവർക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അല്ലേ. എപ്പോഴും ഒരു എന്താണ്? ബന്ധൻ. ബന്ധം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയും കൂടി പരിഗണിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ലാസ്റ്റ് ഹൽക്കയാണ്. ഹൽക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം, ലൈറ്റ് അല്ലേ. ഹൽക്ക രംഗ് ബേഹദ് പസന്ദ് ഹേ അല്ലേ. നമ്മൾക്ക് വളരെ നിറങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ്? വളരെ ഇഷ്ടം അല്ലെങ്കിൽ നല്ല ലൈറ്റ് അല്ലെങ്കിൽ നല്ല ഇരുട്ടാണെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ നല്ല പ്രകാശമുള്ള ഇതായിട്ടാണ് നമ്മൾക്ക് എപ്പോഴും ഇഷ്ടം അല്ലെ. നല്ല ലൈറ്റ്. നമുക്ക് എപ്പോഴും രാത്രി കറണ്ട് പോകുമ്പോൾ നമുക്ക് എന്താണ്? ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ നമുക്ക് കറണ്ട് ഉണ്ട്, നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെ. അപ്പോ ഹൽക്ക എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നാണ്. ഹൽക്ക രംഗ് ബേഹദ് പസന്ദ് ഹേ അല്ലെ. പ്രകാശമുള്ള നിറങ്ങൾ നമുക്ക് എപ്പോഴും വളരെയധികം ഇഷ്ടമുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പൊ അത് 4 എണ്ണമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പറഞ്ഞത് സീതേ സാധേ, അത് ബഡേ ആദ്മി സീതേ സാധേ ഹോത്തെ ഹേ. രണ്ടാമത്തത് അസലി ആയിരുന്നു. അസലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഒറിജിനൽ അല്ലെ. അസലി മോത്തെ ബേരംഗ് ഹോത്തെ ഹൈ അല്ലെ. ഒറിജിനൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള പകരം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തിന് ആസാദാണ്. ആസാദ് വ്യക്തി അപ്പനെ ബന്ധൻ മേ രഹത്തെ ഹൈ. ഒരു സ്വാതന്ത്ര്യമുള്ള മനുഷ്യനാണെങ്കിൽ അവർ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? എപ്പോഴും മറ്റുള്ളവരെ എന്ത് കാര്യം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കൂടെ നമ്മൾ എന്ത് ചെയ്യും? കേൾക്കും. പിന്നെ ഹൽക്ക എന്ന് പറഞ്ഞാൽ ഹൽക്ക രംഗ് ബേഹദ് പസന്ദ് ഹേ. നല്ല നല്ല നിറങ്ങളുള്ളത് കാണാൻ അല്ലെങ്കിൽ നല്ല നിറങ്ങളെ കാണാൻ നമുക്ക് അല്ലെങ്കിൽ നല്ല പ്രകാശമുള്ള നിറങ്ങളെ കാണാൻ നമുക്ക് എപ്പോഴും വളരെ ഇഷ്ടമാണ്. അടുത്തത് ലിംഗ ബദലിയാണ്. അത് ഫസ്റ്റ് പറയുന്നത് രചയിത. രചയിത എന്ന് പറഞ്ഞാൽ രചയിതാവ്, ഓരോ കാര്യങ്ങൾ രചിക്കുന്ന വ്യക്തി അല്ലെ, പുരുഷൻ അല്ലെ, രചയിതാവ്. അപ്പൊ അതിന്റെ ജെൻഡർ ഫോം എന്താണ്? രചയത്രി. എന്താണ്? രചയത്രി. പിന്നെ പറയുന്നത് കവി അല്ലെ. കവി എന്ന് പറയുന്നതിന്റെ കവി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയത്തില്ലേ കവിതയൊക്കെ എഴുതുന്ന ആളുകൾ കവി അല്ലെ. കവി എന്നതിന്റെ ജെൻഡർ ഫോം എന്താണ്? കവിയത്രി. കവി എന്നുള്ളതിന്റെ ജെൻഡർ ഫോം കവിയത്രി. ഓക്കെ. തിരിഞ്ഞുള്ളത് ഹാം യാ നഹി മേ ഉത്തർ ദീജിയെ. അതായത് fill in the blanks with yes or no. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഇത് പഠിച്ചു അല്ലെ. സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് നമ്മൾ ട്രൂ ഓർ ഫാൾസ് എഴുതുന്നത് പോലെ സെന്റൻസ് വായിച്ചു നോക്കുക. ശരിയായിട്ടുള്ളതാണെങ്കിൽ അവിടെ ഹാം എന്നും തെറ്റായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ നഹീം എന്നും എഴുതുക. അപ്പൊ അത് ടീച്ചർ നിങ്ങൾക്ക് ഹോംവർക്ക് തരുവാണ്. 5 ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബേസ് നിങ്ങൾ പഠിച്ച പോയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ പോയം നന്നായിട്ട് നിങ്ങൾ പഠിച്ചു. 2 ക്ലാസ് കൊണ്ട് അതിന്റെ തന്നെ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പെൻസിൽ കൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് ഫില്ല് ചെയ്യുക. അത് ടീച്ചറിന്റെ അതിന്റെ ആൻസർ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഹോംവർക്കിന്റെ ആൻസർ പറഞ്ഞതിന്റെ പോലെ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ആൻസേഴ്സ് ടീച്ചർ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. മീനിങ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മീനിങ്സ് കിട്ടിയിട്ട് ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ, ശരിയാണെന്നുണ്ടെങ്കിൽ ഹാ എന്നും തെറ്റാണെന്നുണ്ടെങ്കിൽ നഹീം എന്നും അവിടെ പെൻസിൽ കൊണ്ട് എഴുതുക. ഓക്കെ. അപ്പൊ ഇത്രയായപ്പോൾ നമ്മളുടെ ആ 5ാമത്തെ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. ഇപ്പോഴല്ല അടുത്ത ക്ലാസ് പഠിക്കാം. പിന്നെ എന്ത് ചെയ്യുക? ഈ
തന്ന നോട്ട്സും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുക. വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മാത്രം പോരാ, ഇതിന് തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മീനിങ്സും അതുപോലെ സെന്റൻസ് അല്ലെ വാക്യമേ കഴിവെന്ന് പറഞ്ഞ വാക്യത്തിൽ പ്രയോഗിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കോപ്പിറൈറ്റ് ബുക്കിനകത്തോട്ട് 5 ടൈംസ് വെച്ച് എഴുതി പഠിച്ച് ടീച്ചറിന് അടുത്ത ദിവസത്തിനുള്ളിൽ സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ടിട്ട് നാളെ തീരുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചറിന് സെൻഡ് ചെയ്തിരിക. 5 ടൈംസ് വെച്ച് കമ്പൽസറി എഴുതി പഠിക്കട്ടാണ് ചെയ്യുക. ഓക്കെ, then thank you.